ഉണ്ടാക്കിയപ്പോ ആരാ? ഏതായാലും ഇത് ശുദ്ധ നുണയാണ്. ഈ ആയത്തിന് ഞാൻ അർത്ഥം പറയാൻ പാടില്ല. ഇത് നബിന്റെ അടുത്തേക്ക് മതം പഠിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പൊ പോലും നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. നിസ്കാരമൊക്കെ വീട്ടിൽ നിന്ന്, നബി ഒന്ന് വീട്ടിൽ നിന്ന് ആയിരിക്കാം. നബി ഇവരൊക്കെ പോയ ദേശം ആയിഷാന്റെ വീട്ടിൽ പോയിട്ടാണ് അസ്രകരിക്കുന്നത്. ഉമ്മു സലമാന്റെ വീട്ടിലും അവരെ വീട്ടിൽ പോയിട്ടും അസ്രെങ്കിലും ഒന്ന് കൂട്ടായിട്ട് നിസ്കരിക്കാന്ന് നബി വിചാരിച്ചിരുന്നില്ല. അവര് വന്നിട്ട് മതം പഠിച്ചു പോയിക്കോട്ടെ എന്നാണ് അള്ളാഹ് പറയണത്. ആ മതം പഠിക്കാൻ വരാൻ പോലും ഒരു ദിവസം എല്ലാവരും കൂടി വരാന്നുള്ളത് നടക്കൂല. പിന്നെ നിസ്കരിക്കാനായിട്ട് വരാന്നുള്ളത് അത് തീരെ പ്രായോഗികമല്ല. അത് ഓരോരുത്തരും വീട്ടിൽ നിസ്കരിച്ചോളാം. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്ന് ഞാൻ ആയത്തിന് അർത്ഥം പറഞ്ഞപ്പോ എല്ലാവരും വലിയ പ്രക്ഷോഭം ബഹളമൊക്കെ ഉണ്ടാക്കി, സംശയമൊക്കെ ചോദിച്ചു. ഇപ്പൊ കഴിഞ്ഞ ഏപ്രിൽ ലക്കം അൽമനാറിൽ വരണുണ്ട് ജിഹാദിന്റെ ഫലമുണ്ട്. ജിഹാദിന്റെ ഫലമുണ്ട്, അതില്ലാന്ന് വിചാരിച്ചൂടാ. കഴിഞ്ഞ ലക്കം ഏപ്രിൽ ലക്കം അൽമനാറിൽ ബോക്സ് ഇട്ട് കൊടുത്തിരിക്കണം. എന്താ ബോക്സിൽ പറഞ്ഞത്? എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഞാൻ എന്റെ പരിഭാഷ, എന്റെ ബുക്കിൽ ഞാൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞ അതേ അർത്ഥം കണ്ട് എഴുതിയിട്ട് സുന്ദരന്മാരായിരിക്കണം. അവര് യാതൊരു നുണ പറഞ്ഞില്ല കേട്ടോ. നുണ പറഞ്ഞത് അത് എഴുതിയത് നല്ലതാണ്. തൗബ ചെയ്തല്ലോ. യുദ്ധത്തിന് പോണതിനെ പറ്റി പറഞ്ഞ ആയത്താണെന്ന് ഇക്കാലം വരെ പറഞ്ഞിരുന്ന അൽമനാറും അതുപോലുള്ള പത്രങ്ങളും അതുപോലുള്ള പ്രസിദ്ധീകരണ ഖുർആൻ പരിഭാഷയും തഫ്സീറുകളും ഒക്കെ ഇതുവരെ യുദ്ധത്തെ പറ്റി ഇറങ്ങിയ ആയത്താണെന്ന് പറഞ്ഞിരുന്ന അവർ അത് ശുദ്ധ നുണയാണ്. അത് യുദ്ധത്തെ പറ്റി പറഞ്ഞതല്ല. നബിന്റെ അടുത്ത് പോയിട്ട് മതം പഠിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണതെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ ലക്കം അൽമനാറിൽ ബോക്സ് ആയിട്ട് ശുദ്ധ പരിഭാഷ ആയിട്ട് കൊടുത്തിരിക്കണേ. ഇപ്പൊ അവർ ഇന്ത്യയിൽ നിന്ന് പഠിച്ചെന്ന് പറയണ്ട, അതൊരു നാണക്കടല്ലേ. ഏതായാലും ഞാനിതൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ശേഷം അവരും അത് പറഞ്ഞു. മതി, അത്രേ ഉള്ളൂ. മതി. സത്യം സമ്മതിക്കണം, സത്യം സമ്മതിക്കണം. ഖുർആൻ അർത്ഥം മാറ്റി പറഞ്ഞാൽ മറ്റൊരിക്കൽ അത് തിരിച്ചു പറഞ്ഞാൽ മറ്റൊരിക്കൽ അത് തിരിച്ചു പറയേണ്ടി വരും. അപ്പൊ തിരിച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞത് ജമാഅത്ത് തന്നെ പോവാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്ന് അള്ളാഹ് പറഞ്ഞെന്ന് പറഞ്ഞ ആയത്താണ്. മനസ്സിലാക്കണം. അള്ളാഹ് പറഞ്ഞു ഇത് നടക്കാത്ത കാര്യമാണ്, നടക്കൂല. അതുകൊണ്ടാ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം വിളി കേട്ടാൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം അറിയിപ്പുണ്ടായാൽ വിളി കേട്ടാൽ അന്ന് നിങ്ങൾ പോയിക്കോളൂ. അത് ഇവിടെ മൈതാനത്താരും വേണ്ട, കോൺഫറൻസ് ഹാളിലാരും വേണ്ട, പള്ളിയിലാരും വേണ്ട. വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കാൻ വിളിച്ചാൽ പോയിക്കോളൂ. അല്ലാത്ത ദിവസം പോണ്ട. അല്ലാത്ത ദിവസം പോണ്ട. അല്ലാത്ത ദിവസം പോണ്ട. വെള്ളിയാഴ്ച വിളിച്ചാൽ പോയിക്കോളൂ. അല്ലാത്ത ദിവസം ഓരോരുത്തർക്ക് വീടുണ്ട്. നിങ്ങളുടെ നിസ്കാരം കുറച്ചൊക്കെ വീട്ടിലും ആയിക്കോട്ടെ. നബി ശല്യം പിടിച്ചിട്ട് നബി പറയേണ്ടി വന്നു എന്ന് അവരെന്നെ എഴുതി വെച്ചിരിക്കണ്. അവരെന്നെ ബുഹാരിയിലെ മുസ്ലിം എഴുതി വെച്ചിരിക്കുക. കൂട്ടത്തോട് കൂടെ ഇങ്ങനെ നിസ്കരിക്കാൻ കൂലി കൂട്ടാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരികയാണ് അറാബികള്. നല്ല ആൾക്കാരുണ്ടാവും. കൂടി വന്നപ്പോ അവസാനം നബി പറഞ്ഞാ പറഞ്ഞത്, ശരണം മുട്ടിയപ്പോ നബി അത് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഇവര് ജമാഅത്താക്കാൻ വേണ്ടി വന്നിട്ട് ബുദ്ധിമുട്ടിയപ്പോ നബി പറഞ്ഞു നിങ്ങളെ കുറച്ച് നിൽക്കാരം വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു നബി എന്ന് ബുഹാരിയിലും മുസ്ലിമിലുള്ളതാ. ആരാ? അബൂ ഹുറൈറ. അബൂ ഹുറൈറ അത് പറയോ? നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം അബൂ ഹുറൈറ പറയുന്ന ഇതാണോ അല്ലേന്ന്. അബൂ ഹുറൈറ അല്ല, ഇബ്നു ഉമറ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ എന്നുള്ളൊരു പരിപാടിയേ ഇല്ല. പിന്നെ ബാങ്കോ, പിന്നെന്താ ബാങ്ക്? പിന്നെ ഇപ്പൊ ഈ ബാങ്ക് വിളിക്കുമ്പോ പറയണെന്താ? ഈ ബാങ്ക് എങ്ങനെ ഉണ്ടായി? 5 നേരം ബാങ്ക് കൊടുക്കണമെന്ന് പറയാ, എല്ലാവരും അങ്ങോട്ട് പോകണമെന്ന് പറയാൻ ഞാൻ ശരിയാവൂ? ശരിയാവില്ല. അപ്പൊ ബാങ്ക് എന്താന്ന് പഠിക്കണം. അതാണ് അവസാനത്തെ പ്രതിപാദ്യ വിഷയമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ബാങ്കിനെ പറ്റി സ്വല്പം കൂടി വിവരിക്കാനാണ്. അല്ല, വിവരിച്ചിട്ടില്ല. ബാങ്ക് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. എന്താ ഈ ബാങ്ക്? ബാങ്കിൽ എന്താ പറയണത്? ബാങ്ക് ആകെ 5 സെന്റൻസും 5 വാചക ബാങ്കിലുള്ളൂ. ഈ 5 ബാങ്കിൽ 7 തെറ്റുണ്ട്. 7 തെറ്റ്. ആകെ 5 വാചകമുള്ളൂ, അതിൽ 7 തെറ്റുണ്ട്. പർശ്വനെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പരിശുദ്ധമായ മുദ്രാവാക്യം വേറെ ഇല്ല. അതിൽ 7 തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അച്ചടിച്ചില്ലേ? ഖുർആൻ വിരുദ്ധ ബാങ്കും ജമാഅത്തും എന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചു കൊടുത്തില്ലേ? 7 തെറ്റും കാണിച്ചു കൊടുത്തില്ലേ? എന്തുകൊണ്ട് തിരുത്തുന്നില്ല? കേട്ടോളൂ, തെറ്റ് കേട്ടോളൂ. ബാങ്ക് കൊടുക്കുന്നതിനുള്ള തെറ്റാ പറഞ്ഞത്. ഈ ബാങ്ക് ആരുണ്ടാക്കി? എവിടെ നിന്നുണ്ടായി? എന്തിനായി ബാങ്ക് കൊടുക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണല്ലോ. ബാങ്ക് കേട്ടവരൊക്കെ കുരുടനാണെങ്കിൽ പോലും അവിടെ ചെല്ലണമെന്ന് നിർബന്ധമായിട്ട് കൽപ്പിക്കുമ്പോ ബാങ്ക് എന്താണ്? ബാങ്കിൽ പറയുന്നത് എന്താണ്? ആരാത് പറയാൻ പറഞ്ഞത്? വെള്ളിയാഴ്ച വിളി കേട്ടാലാണ്ട് പോയിക്കോളൂ എന്നല്ല പറയാം. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച എല്ലാ ആഴ്ചയും പോകണമെന്ന് ഇവിടെയും പറയാം. ഇത് ബുഹാരി മുസ്ലിമും പറയാം. എല്ലാ ആഴ്ചയും പോകണോ? വെള്ളിയാഴ്ച പോയാൽ മതിയോ എന്ന് നമുക്ക് ചിന്തിക്കണമല്ലോ. അത് പറഞ്ഞ വെള്ളിയാഴ്ച അല്ലാനാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് എല്ലാം നല്ല പറഞ്ഞിട്ടില്ല.
ബാങ്ക് പിന്നെന്താ? ബാങ്കിൽ എന്താ പറയണത്? ബാങ്കിൽ പറയണത് ആദ്യം അല്ലാഹു അക്ബർ, കുഴപ്പമില്ല, അല്ലാഹു അക്ബർ നല്ല മുദ്രാവാക്യം തന്നെ. എല്ലാം ഓരോന്നിനും തെറ്റുണ്ടെന്നല്ല ഈ പറഞ്ഞിട്ട്, ആകെ 7 തെറ്റുണ്ട്. ഘടനയിലാണ് കുറെ തെറ്റ്, പിന്നെ വാചകത്തിനും തെറ്റുണ്ട്. അല്ലാഹു അക്ബറിന് തെറ്റില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിലും വലിയ തെറ്റില്ല. വലിയ എല്ലാവർക്കും ഒരു ചെറിയ തെറ്റുണ്ടോ? ഉണ്ട്, ചെറിയൊരു തെറ്റുണ്ട്. വലിയ തെറ്റില്ലെങ്കിലും ചെറിയൊരു തെറ്റ്, ഒന്നല്ല 2 തെറ്റാണുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാ നമ്മൾ പറയണത് അല്ലേ ബാങ്കിൽ. അഷ്ഹദു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയണം ഖുർആൻ അനുസരിച്ച്. 15 സ്ഥലത്ത് ഷഹാദത്തിന്റെ കർമ്മമായിട്ട് ഖുർആൻ പ്രയോഗിച്ച സ്ഥലത്തൊക്കെ അന്ന അല്ലെങ്കിൽ ഇന്ന എന്നല്ലാതെ അൻ എന്ന് പറയാൻ പാടില്ല. ശുദ്ധ അറബി ഭാഷയിൽ അൻ എന്ന് പറയാൻ പാടില്ല. അഷ്ഹദു അന്നഹു ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അന്നഹു ഇന്നഹു അന്ന ഇന്ന എന്നല്ലാതെ അഷ്ഹദുവിന്റെ ശേഷം അൻ എന്ന് പറയാൻ പാടില്ല. കോഴിമുട്ട എന്ന് പറയണം, കോഴിമുട എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ മതിലില്ലേ. ശരിക്കും വരുമ്പോൾ കോഴിമുട എന്നല്ലല്ലോ പറയണ്ടത്, കോഴിമുട്ട എന്ന് പറയണ്ടേ. അതുപോലെ തന്നെയാണ് അറബി ഭാഷയിൽ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയണം, അല്ലാ ഇലാഹ എന്ന് പറയാൻ പാടില്ല. അവനാരെ പറഞ്ഞ് അബൂ ഹുറൈറക്ക് അതേ അറിയുള്ളൂ, മൂപ്പർ കോഴിമുടക്കാരനാണ്. അബൂ ഹുറൈറ യമനിയാണ്, ശുദ്ധ ഭാഷ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ യമനി ഭാഷ കടന്നോളൂ. മൂപ്പരാണ് ആദ്യം ബാങ്ക് കൊടുത്ത്, മൂപ്പർ ബാങ്ക് കൊടുക്കുമ്പോൾ മൂപ്പർ പഠിച്ചല്ലാതെ പറയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് കൊടുത്തു, എല്ലാവരും പഠിച്ചു. സലാം അലൈക്കും എന്ന് പറയാൻ 35 പ്രാവശ്യം വന്ന ഖുർആനിൽ കൂടെ പഠിപ്പിച്ചിട്ട് അബൂ ഹുറൈറ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാളെന്ന് പറഞ്ഞു, എല്ലാവരും അസ്സലാമു അലൈക്കും എന്ന് പഠിച്ചു. അങ്ങനെയല്ലത് അള്ളാഹ് 35 വട്ടം പറഞ്ഞിട്ട് നമ്മൾ കേട്ടാ. അബൂ ഹുറൈറ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോഴേക്ക് അതല്ലേ നമ്മളെല്ലാവരും പഠിച്ചത്. അപ്പൊ അഷ്ഹദു അല്ലാ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയേണ്ടതാണെന്ന് ഖുർആനിൽ നിന്ന് പഠിച്ചില്ല. അബൂ ഹുറൈറ അല്ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അല്ലാ ഇലാഹ എന്ന് നമ്മൾ പറഞ്ഞു ഇരിക്കട്ടെ. അതൊരു ചെറിയ തെറ്റ്, ആശയത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ആശയം പോരായിട്ട് കേട്ടോ. അൻ എന്ന് പറഞ്ഞാൽ തീർച്ച എന്ന അർത്ഥം കുറഞ്ഞതേ ഉള്ളൂ. അന്ന എന്ന് പറയുമ്പോൾ അർത്ഥ പുഷ്ടി കൂടുതലുണ്ട്. അന്നഹു നിസ്സംശയം, തീർച്ചയായും ഞാൻ പറയുന്നു. അൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് വലിയൊരു അർത്ഥം വെച്ച മാറി തന്നെ കാര്യമാവുന്നത് കാര്യമെന്ത് എന്നൊക്കെ തന്നെ ഉള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. പഴയ കാലത്തെ അർത്ഥം അങ്ങനെ അൻ കാര്യമാവുന്നത് കാര്യമെന്ത്, തീർച്ച മൂർച്ചയൊന്നും അവിടെ ഇല്ലാതർത്ഥം. അപ്പൊ അന്നഹു ലാ ഇലാഹ എന്ന് പറഞ്ഞതിൽ ശരിക്കും സമ്പുഷ്ടാർത്ഥം കിട്ടുള്ളൂ. അത് പോയി, പുഷ്ടി പോയി ഇരിക്കട്ടെ. പിന്നെ മുക്രിമാരാണല്ലോ ഇപ്പൊ വെള്ളിയാഴ്ചക്ക് ബാങ്ക് കൊടുത്തിട്ട് വെള്ളിയാഴ്ചയുള്ള വലിയ ബാങ്ക്. മുക്രിമാരാണ് ബാങ്കിലും ഇഖാമത്തിലൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ എന്ന് പറയണത്. ഇവിടെ കേൾക്കാൻ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ. പള്ളിയിൽ ഇപ്പൊ മുസ്ലിമീങ്ങളല്ലാതെ ആരെങ്കിലും ഉള്ളൂ. ഇവിടെ മുദ്രാവാക്യന്മാരുടെ ഇസ്ലാമിന്റെ മുദ്രാവാക്യം എന്താ പറയണത്? അല്ലാഹു അല്ലാതെ ഇലാഹില്ല, നബി മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അത് ഞാൻ പറയുന്നു എന്നാ മുക്രി പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ മതിയോ? മുക്രി പറഞ്ഞെന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് നബിയാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ഞാൻ പറയുന്നു എന്ന് മൂപ്പര് നമ്മുടെ ഇടയിൽ നിന്നിട്ട് ഉറക്കെ വിളിച്ചേരെ പോലെ. അപ്പൊ നമ്മളൊക്കെ ആരെ വീട്ടികളാ ക്ഷണ്ടികളാ? എന്താ പോയി പറഞ്ഞത്? നശ്ഹദു എന്ന് പറഞ്ഞൂടെ ചങ്ങായി? അബൂ ഹുറൈറയാണെങ്കിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഒക്കെ ഒറ്റയ്ക്ക് മുക്രിക്കാണെങ്കിലും കൂടി അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മുടെ കൂട്ടായിട്ട് വിളിച്ചു വരുത്തിട്ട് അവന് മുമ്പിൽ നിന്നിട്ട് നമ്മുടെ പ്രതിനിധിയായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാൻ മുദ്രാവാക്യം എന്നിട്ട് പറയാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. മലയാളത്തിൽ പറഞ്ഞ അടി കിട്ടും, അറബിയിലായതുകൊണ്ട് ആരും അടിക്കാത്തത്. അത്ര ധിക്കാരാ പറഞ്ഞത്. നമ്മളെ കുട്ടി പറയണ്ടേ ഞങ്ങൾ നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വനശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെയാണ് നബി പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുക. ഇത് നബി പഠിപ്പിച്ചല്ലേ? അബൂ ഹുറൈറയ്ക്ക് ഈ കോടിക്കണക്കിനുള്ള ആൾക്കാരൊക്കെ നബിന്റെ അനുയായികളാണെന്നുള്ള കള്ളി മുദ്രാവാക്യത്തിൽ വരരുത്, അങ്ങനെയുള്ള പ്രഖ്യാപനം ആവരുത്. ഞാൻ മുക്രിയാവുന്ന ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, കോടിക്കണക്കിനുള്ള മുസ്ലിങ്ങളാവുന്ന ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാൻ ഒഴിവില്ല. 2 പിന്നെ അവിടെ പോയിട്ട് പിന്നെന്താ പറഞ്ഞത്? ഹയ്യാല സ്വലാത്ത്. ഈ ഹയ്യ കേട്ടാല് ഉന്തുണ്ടിക്കാരുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ, ഹയ്യ. അത് അറബി ഭാഷയിൽ ഹയ്യ വിളിക്കാൻ വേണ്ടിയിട്ട് ഹയ്യ എന്ന് ഉപയോഗിക്കാൻ ശുദ്ധ അറബി ഭാഷയിൽ പഠിക്കാം. ഹയ്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാടാന്നാണ്. ഈ വേലക്കാർ യമനികള് തമ്മിൽ സമന്മാര് അവിടുത്തെ കാട്ടറബികൾ പറയുന്ന വാക്കാണ് ഹയ്യ. അങ്ങോട്ട് വാടാന്ന്, വായോന്നല്ല വരുന്നല്ല, വാടാന്നുള്ള അർത്ഥത്തിൽ വിളിക്കാറുള്ളതാണ്. അവരെ നായനും പട്ടിണി കഴുതനും ഒക്കെ വിളിക്കുക ഹയ്യ 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 ഹയ്യ. താൻ പറയില്ല, അറബികൾ പറയുമ്പോ തായെന്നാ പറയാം. ഖുർആൻ നോക്കൂ, 8 സ്ഥലത്ത് താൻ വരൂ. നല്ല സംസ്കാരമാണ്, വരൂന്ന. ഒരാളോട് ഇങ്ങോട്ട് വാടാന്ന് പറയും. നമ്മളറിയും ഓരോ ഓഫീസറോ ഉദ്യോഗസ്ഥനോ വേദപ്പെട്ട ഒരാളോ ഇങ്ങോട്ട് വാടാ ഇവിടെ വന്നിരിക്കുന്നു പറയോ? അറിയില്ലല്ലോ, വരൂ ഇരിക്കുന്നല്ലേ നമ്മൾ പറയാ. ഹയ്യ എന്ന് പറഞ്ഞാൽ വാടാതാ.